السلام عليكم ورحمة الله وبركاته. الحمد لله عليكم السلام ورحمة الله وبركاته. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، القسم الثاني من دورة الثالثة. ഖുർആൻ പഠനത്തിനുള്ള പോളിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഭാഗത്തിലെ ഒരു സിറ്റിങ്ങിലാണ് നമ്മളുള്ളത്. നമ്മൾ 3 അടിസ്ഥാന അക്ഷരങ്ങളും അതോടൊപ്പം അധിക അക്ഷരങ്ങളുമുള്ള ക്രിയകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തൊമ്പതാം പാഠം 3ാം ഭാഗത്തിലെ 19ാം പാഠമാണ്. യാ സുഹൈറു ഇന്നക ഗൈറു മുവാലിബിൻ. മുവാലിബ് എന്താ പറഞ്ഞത്? മുവാലിബ് റെഗുലർ ആകുന്നവൻ. ഗൈറു മുവാലിബിൻ, നീ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഉരീദു അൻ അഷ്കൂക ഇലൽ മുദീർ. അഷ്കൂക എന്ന് പറഞ്ഞാല് പരാതി. അഷ്കൂക കംപ്ലീറ്റഡ് അല്ല. അഷ്കൂ ഷക്കായ പരാതി പോലെ കംപ്ലൈന്റ് ചെയ്യും. അഷ്കൂക്ക എന്ന് പറയുമ്പോൾ ഞാൻ നിനക്കെതിൽ പരാതി പറയുന്നു. അങ്ങനെയാണ് അതിന്റെ യൂസേജ്. നമ്മൾ തുടക്കത്തിൽ അത് ചില പാഠങ്ങൾ വന്നിട്ടുണ്ട്. സുഹൈർ സാമിഹനി യാ ഉസ്താദ്. സാമഹ യുസാമിഹു. സാമഹനി എന്ന് സാധാരണ സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ കേട്ടിട്ടുണ്ടോ? സാമഹനി എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന അർത്ഥമാണ്. അപ്പൊ അതെ, ഫോർഗീവ് മീ എന്ന അർത്ഥത്തില് സാമഹി, എനിക്ക് എന്ത് ചെയ്യാം? അത് നമ്മള് ഒരു സങ്കല്പത്തിൽ ഒരു വാക്ക് കണ്ടുപിടിക്കാതെ അതിന്റെ ഘടന അനുസരിച്ച് വാക്ക് കണ്ടുപിടിക്കാൻ നോക്കുക. സാമ്യഹ് എന്ന് പറയുമ്പോൾ എന്തായി? ജാഹിദ് എന്ന് പറഞ്ഞതുപോലെ ജാഹിദ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജാഹദയാണ് അതിന്റെ പൂർണ്ണക്രിയ. അപ്പൊ സാമ്യഹ് എന്ന് പറഞ്ഞാൽ സാമഹ ആയിരിക്കും പൂർണ്ണക്രിയ. സാമഹ യുസാമിഹു. അപ്പൊ അതിന്റെ കൽപ്പനക്രിയയാണ് സാമ്യഹ്. റെഗുലറായി. അപ്പൊ അതെന്താണ്? മുവാലിബ് എന്താണ്? കർത്താവിന്റെ രൂപമാണ്. മുജാഹിദ്, മുജാഹിദ്, മുവാലിബ്, വാലബ, ജാഹദ. ലൻ നഗീബ വലൻ അതഅഖറ ഫിൽ മുസ്തഖ്ബലി ഇൻഷാ അല്ലാഹ്. അപ്പൊ അഗീബ എന്നത് ഖാബ യഗീബു, ഖാബ മറഞ്ഞു, അഗീബു മറയും, ആബ്സെന്റ് ആകും. ലൻ വന്നുകൊണ്ട് അതിന് നെസ്ബ് ചെയ്തു. വലൻ അതഅഖറ, അതാണ് നമ്മൾ പാഠത്തിലുള്ള സബ്ജക്ട്. തഅഖറ, തദക്കറ ഗ്രൂപ്പ്. തഅഖറ, തഅഖറ യതഅഖറു എന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ റാഇന് ഫതഹ വന്നത്
ലൻ വന്നതുകൊണ്ട് നെസ്ബി അതുകൊണ്ടാണ്. തഅഖറ എന്നത് ആണ് അതിന്റെ മാവി. മുളാരി യതഅഖറു, തദക്കറ യതദക്കറു. പിന്നെ അതദക്കറു അല്ലെങ്കിൽ അതഅഖറു, ഞാൻ പിന്തുന്നു. തഅഖറ പിന്തി, തഅഖറ വൈകി, ആഖിറായി. തഅഖറ യതഅഖറു. അപ്പോ ലൻ അതഅഖറ, ലൻ വന്നുകൊണ്ട് നസ്ബി ചെയ്തു. ലൻ അതഅഖറ ഫിൽ മുസ്തഖ്ബലി. മുസ്തഖ്ബൽ ഭാവി. മുസ്തഖ്ബലിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു തന്നായിരുന്നു. മുസ്തഖ്ബൽ എന്നത് ഗ്രാമറിൽ എന്താ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്? ഭാവിയാണ്. ഹാലല്ല, ഹാലിന്റെ ഓപ്പോസിറ്റ് ആണ്. ഹാൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഹാല് പ്രസന്റ്, മുസ്തഖ്ബൽ ഫ്യൂച്ചർ. അപ്പോ ഫേലിൽ മുളാരി എന്നതാണ് കോമൺ വാക്ക്. മാളി കഴിഞ്ഞാൽ പിന്നീട് മുളാരിയാണ്. മാളി, മുളാരി, അമ്ര, ഇങ്ങനെ വരിക. അപ്പൊ മുളാരി എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ടെൻസ്. മാളി പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ആണ്, അത് നടന്നു കഴിഞ്ഞു. നടന്നു കഴിയാത്തതാണ് മുളാരിയായ വാക്ക്, മുളാരിയായ പേര്. അപ്പൊ നടന്നു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തുടങ്ങി കഴിഞ്ഞില്ല, ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുളാരിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊരു പാർട്ടാണ് ഹാല്, മറ്റൊന്ന് മുസ്തഖ്ബൽ. ഹാൽ എന്ന് പറയുമ്പോൾ പ്രസന്റ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസന്റ് ഇപ്പോൾ നടക്കുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുക, നടക്കുക ചെയ്യുകയാണ്. അതിന്റെ രണ്ടാം ഭാഗം, മുളാരിന്റെ രണ്ടാം ഭാഗമാണ് മുസ്തഖ്ബൽ, ഭാവി. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് അവൻ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. അപ്പൊ തുറക്കുന്നു എന്ന് പറയുന്നത് ഹാലാണ്, തുറക്കും എന്ന് പറയുന്നത് മുസ്തഖ്ബലാണ്. നമ്മളെ മുസ്തഖ്ബൽ എന്നുള്ള വാക്ക് നേരത്തെ ഉപയോഗിച്ചിരുന്നില്ല, കാരണം പുതിയ ഒരു ടെക്നിക്കൽ വാക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട്. ഇവിടെ എന്തായാലും നമ്മൾ ആ വാക്ക് പഠിക്കുന്നുണ്ട്. ആ വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാമർ കുറച്ചുകൂടെ മനസ്സിലാക്കാം. അപ്പൊ ഹാലും ഫ്യൂച്ചറും രണ്ടും മുസ്തഖ്ബലയാണല്ലേ? അല്ല, യസ്തഖ്ബിലു. ഹാലും മുസ്തഖ്ബലുമാണ് മുളാരിയുടെ രണ്ട് ഭാഗങ്ങൾ. അതെ, മുളാരിയാണ് കോമൺ. മുളാരിനാണ് രണ്ടിനും കൂടെ ഒരുമിച്ച് പറയുന്നത്. മുളാരിന്റെ ഒരു ഭാഗമാണ് ഹാല്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുളാരിന്റെ രണ്ടാം ഭാഗമാണ് മുസ്തഖ്ബൽ, ഭാവിയിൽ നടക്കുന്നത്. അപ്പൊ ഹാല് വരുമ്പോ പിന്നെ യസ്തഖ്ബിലാണല്ലേ? നിങ്ങളെ ഹാലും യസ്തഖ്ബലും കൂടെ ഒരുമിച്ച് പറഞ്ഞില്ല? അല്ല, ഹാലും ഫ്യൂച്ചറും ഒരുപോലെ തന്നെയാണ് വരുന്നത്. നടക്കുന്നു, എന്ന് പറഞ്ഞ എന്തിനാ? എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് അറിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാലിന് ലാസ്റ്റ് ഫത്ഹല് വരും, അങ്ങനെ ഉണ്ടാ? എവിടെ ഹാല്? ഹാലുൻ എന്ന് പറഞ്ഞ എന്താണ്? ഹാൽ ഇവിടെ പറഞ്ഞതിനെ നമ്മൾ പേര് മുളാരിയാക്കി പറയുന്നതിലല്ലേ ഹാല് വരുന്നത്. ഹാലിന്റെ മുളാരി ഒന്നും പറഞ്ഞില്ലല്ലോ നമ്മള്. അതെ, ഹാലിന്റെ മുളാരി പറഞ്ഞു ഇല്ല. നമ്മൾ പറയുന്ന പോയിന്റിന് വിട്ടുപോരുത്, എന്നാലും ഗ്രഹിക്കാൻ പറ്റും. പറഞ്ഞ പോയിന്റ് എന്താ? ഭാവിയും അല്ല, നടന്നുകൊണ്ടിരിക്കുന്നതും. ഇവിടെ മുസ്തഖ്ബൽ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി എന്നർത്ഥം. മുസ്തഖ്ബൽ ഭാവി, ഭാവി കാലം. ഓക്കെ, ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ മുസ്തഖ്ബൽ എന്ന വാക്ക് നമ്മൾ ഇവിടെ പഠിച്ചു. എന്താണ്? ലൻ അഗീബ വലൻ അതഅഖറ ഫിൽ മുസ്തഖ്ബൽ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ ഭാവിയിൽ, ലൻ അഗീബ ആബ്സെന്റ് ആവുകയില്ല, വലൻ അതഅഖറ പിന്തുകയില്ല, അല്ലെങ്കിൽ വൈകുകയില്ല. ഇതാണ് നമ്മൾ പഠിച്ച വാക്ക്. ഇത് ഈ സെന്റൻസ് അങ്ങനെ തന്നെ കാണാൻ പഠിച്ചു വെച്ചോളൂ.
സാമഹിനി യാ ഉസ്താദ് ലൻ നഗീബ വലാ നതഅഖറ ഫിൽ മുസ്തഖ്ബൽ. ഞാൻ ഭാവിയിൽ ആബ്സെന്റ് ആവുകയോ വൈകുകയോ ഇല്ല. ഈ മുസ്തഖ്ബൽ എന്ന വാക്ക് എടുത്തിട്ടാണ് നമ്മൾ ഗ്രാമർ പഠിച്ചത്. ആ ഗ്രാമറിൽ മുസ്തഖ്ബൽ എന്നൊരു ഭാഗമുണ്ട്. ആ മുസ്തഖ്ബൽ എന്ന ഭാഗം മുളാരിന്റെ ഒരു പാർട്ടാണ്. മുളാരിന്റെ ഒരു പാർട്ട് ഹാലാണ്, രണ്ടാമത്തെ പാർട്ട് മുസ്തഖ്ബലാണ്. അത് നെസ്ഡിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അത് വേറെ വിഷയമാണ്. അതെ ക്ലിയർ അല്ലേ? അതെ. അതുകൊണ്ടാണ് നമ്മൾ ഹാലും മുസ്തഖ്ബലും ചേർന്നതാണ് മുളാരി. അതുകൊണ്ടാണ് ഫതഹ എന്ന് പറഞ്ഞാൽ ഫേല് മാളി, അത് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും, നടന്നു കഴിഞ്ഞത്. ഫേല് മുളാരി ഇംപെർഫെക്റ്റ് ടെൻസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. കാരണം ഒറ്റ വാക്കി തന്നെ തീരണം. നടന്നു കഴിയാത്ത പണി ഇംപെർഫെക്റ്റ്. അപ്പൊ ആ ഫതഹയുടെ ഇംപെർഫെക്റ്റ് ടെൻസ് യഫ്തഹു എന്നാണെങ്കിൽ യഫ്തഹുന് രണ്ടർത്ഥമാണ് പറയുന്നത്. ഒന്ന് തുറക്കുന്നു, രണ്ട് തുറക്കും. അപ്പൊ തുറക്കുന്നു എന്ന് പറഞ്ഞത് ഏത് വാക്കാണ്? ഏത് ടെൻസാണ്? മുളാരിന്റെ ഏത് ഭാഗമാണ്? തുറക്കുന്നു എന്ന് പറയുന്നത് മുളാരിന്റെ ഹാലാണ്. മുളാരിന്റെ മുസ്തഖ്ബലാണ് തുറക്കും. ഓക്കെ. മുളാരി എന്ന് പറയുന്നത് രണ്ട് ഭാഗമുള്ളതാണ്. മുളാരി എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, നടന്ന് തീരാത്ത പണി. അപ്പോ നടന്ന് തീരാത്ത പണിക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്ന് ഇനിയും തുടങ്ങാത്തത്, ഭാവിയിൽ നടക്കുന്നത്. ഇതുവരെ തുടങ്ങാത്തതാണ്, ഭാവിയിൽ നടക്കുന്നതാണ്. അപ്പോ ഫിൽ മുസ്തഖ്ബലി, ഭാവിയിൽ ഞാൻ ലൻ നഗീബ വലൻ നതഅഖറ, വൈകുന്നതല്ല. അൽ മുദരിസ് ലിനുറാജിഇ ദർസ, ലിനുറാജിഇ ദർസ. ലിനുറാജിഇ ദർസ എന്നുള്ളത് അതിന് യഥാർത്ഥത്തിൽ സുക്കൂനാണുള്ളത്. ലിനുറാജി അധികം അദ്ദർസ്. അധികം എന്ന് പറയുന്നത് അറബിയിൽ സായിദ് എന്ന് പറയുന്നത്, പ്ലസ് എന്ന് പറഞ്ഞാൽ സായിദ് അദ്ദർസ്. രണ്ടും കൂടെ ചേർന്നപ്പോ അതിന്റെ സുക്കൂൻ കളഞ്ഞിട്ട് കെസ് കൊടുക്കുക. ലിനുറാജിഇ ദർസ. ഇഖ്റാഅൽ അലിയു, അലി പാഠം വായിക്കൂ, സൂക്തം വായിക്കൂ. അപ്പൊ ലിനുറാജി എന്നത് എന്ത് വസിനാണ്, എന്ത് ഘടനയാണ്? ലിനുറാജി എങ്ങനെയുള്ള അമ്രാണ്? അമ്ര ഗായിബ്. അമ്ര ഗായിബാണ്. അമ്ര ഗായിബ് എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കട്ടെ എന്നാണ്. അപ്പൊ യായാണെങ്കിൽ അവൻ പ്രവർത്തിക്കട്ടെ. ഇത് യുറാജ്, അവൻ ആവർത്തിക്കട്ടെ. റാജ യുറാജ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു, റിവൈസ് ചെയ്തു. റാജ യുറാജ് മടങ്ങാനല്ല അല്ലേ? റാജ റജ മടങ്ങി. റാജ എന്ന് പറഞ്ഞാല് മടക്കി കൊണ്ടുവന്നു തന്നെയാണ് അർത്ഥം, റാജ. പക്ഷെ റാജ എന്ന വാക്ക് ഉപയോഗിക്കുന്ന അധികവും റിവൈസ് ചെയ്യുക, ആവർത്തിക്കുക എന്ന അർത്ഥത്തിലാണ്. ആവർത്തനം, റാജ. അപ്പോ അതില് ലാമിൽ അമർ ചേർത്താൽ എന്തായി? ലി യുറാജ, അവൻ ആവർത്തിക്കട്ടെ. അപ്പൊ അവൻ വരുമ്പോൾ അവൻ ആവർത്തിക്കൂ എന്ന് പറയൂല കൽപ്പനയിൽ. നീ പ്രവർത്തിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ എന്നിടത്താണ് കൽപ്പന വരുന്നത്. യഥാർത്ഥത്തിൽ ഡയറക്റ്റ് കൽപ്പന. കൽപ്പന എന്ന് പറയുമ്പോൾ നീ പ്രവർത്തിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, അതാണ് കൽപ്പന യഥാർത്ഥത്തിൽ. തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? അവൻ പ്രവർത്തിക്കൂ എന്ന് പറയില്ല, അവൻ പ്രവർത്തിക്കട്ടെ. അവർ പ്രവർത്തിക്കട്ടെ, അവൾ പ്രവർത്തിക്കട്ടെ, ആ പെണ്ണുങ്ങൾ പ്രവർത്തിക്കട്ടെ, ഇങ്ങനെ. സാർ ഇവിടെ നുറാജ എന്ന് പറയുമ്പോ ഞങ്ങൾ പ്രവർത്തിക്കട്ടെ, അവിടെ വരട്ടെ, അവിടം വരെ വരട്ടെ. നിങ്ങൾ ഈ പറഞ്ഞാൽ മനസ്സിലായോ? അതെ, മനസ്സിലായി.
ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഏകവചനമാണെങ്കിൽ അവൻ പ്രവർത്തിക്കട്ടെ, അവനാണെങ്കിൽ, അവരാണെങ്കിൽ അപ്പൊ എന്തായി? ലി യുറാജ്, അവൻ ആവർത്തിക്കട്ടെ. ലി യുറാജ്, അവർ ആവർത്തിക്കട്ടെ. അപ്പൊ ഞാനാകുമ്പോഴോ, ഞാൻ പറഞ്ഞു, മുന്നിൽ നിൽക്കുന്ന ആളോട് കൽപ്പിക്കുമ്പോ നീ പ്രവർത്തിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുന്നത്. തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവൻ പ്രവർത്തിക്കട്ടെ, അവർ പ്രവർത്തിക്കട്ടെ എന്ന് മലയാളത്തിൽ പറയും. അപ്പോ ഫസ്റ്റ് പേഴ്സണെ കുറിച്ച് പറയുമ്പോഴോ, പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോ അപ്പം ഞാൻ അതിന് കസർ കൊടുക്കല്ലേ, അതിന് കസർ കൊടുക്കുമ്പോൾ അടുത്ത വാക്കോട് ചേർക്കുമ്പോഴേ അതിന് കസർ വരും. അത് ആദ്യം പറഞ്ഞെന്ന് ഞാൻ. അതെ. അപ്പോ ലി ഉറാജ്, ഞാൻ ആവർത്തിക്കട്ടെ. അപ്പൊ എനിക്ക് ആവർത്തിക്കാം, അല്ലെങ്കിൽ ഞാൻ ആവർത്തിക്കാം, അല്ലെങ്കിൽ എന്നെ ആവർത്തിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ അമ്ര ഗായിബ് മുത്തകല്ലിമിന് ഉപയോഗിക്കുക. അമ്ര ഗായിബ് മുത്തകല്ലിമിനാകുമ്പോഴത്തേക്ക് ഞാൻ പ്രവർത്തിക്കട്ടെ, ഞങ്ങൾ പ്രവർത്തിക്കട്ടെ നമുക്ക് പറയാം. പക്ഷെ അത് ഏത് അവസ്ഥയിലാണ്? ഇവിടുത്തെ ഉദാഹരണം എടുക്കാം. ലി നുറാജ് ദർസ എന്തായിരിക്കും അർത്ഥം? നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ലെറ്റ് us റിവൈസ് ദ ലെസൺ, തന്നെ നമുക്ക് പാഠം ആവർത്തിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്ന, നമ്മൾ അത് ചെയ്യാൻ പോവാണ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. മുത്തക്കല്ലിമിനോട് അമ്ര ഗായിബ് ചേർത്ത് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന ഒരു സന്നദ്ധതയാണ് കാണിക്കുന്നത്. ഓക്കെ, മുന്നിൽ നിൽക്കുന്ന ആളോടും മറിഞ്ഞ ആളോടും പറയുമ്പോഴത്തേക്ക് കൽപ്പനയാണ്. മുത്തക്കല്ലിം സംസാരിക്കുന്ന ആൾ പറയുമ്പോഴത്തേക്ക് സന്നദ്ധതയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ബഹുവചനം വരുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം എന്ന ഒരു താല്പര്യം എന്നാണ് വരിക. ലി നുറാജ് ദർസ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്രയോഗം പഠിക്കണം, അമ്ര ഗായിബ് പഠിക്കണം. അപ്പൊ അത് മുത്തക്കല്ലിമിനെയും പഠിക്കണമല്ലോ. നമ്മള് ആദ്യം മുഹാത്തബിനെയാണ് പഠിച്ചത്, മുന്നിൽ നിൽക്കുന്ന ആളോടുള്ള കൽപ്പനയാണ് നമ്മൾ പട്ടികയിൽ പഠിച്ചത്. എന്ന് പഠിച്ചു. പിന്നീട് അതിന്റെ മറിഞ്ഞ ആളോടുള്ള കൽപ്പന രൂപം നമ്മൾ തേർഡ് പേഴ്സണോട് പറഞ്ഞു. ഇനി ഫസ്റ്റ് പേഴ്സണെ കുറിച്ചാണ് പറയുന്നത്. ലി, അതേപോലെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, ലി നുറാജ് അദ്ദർസ്. അപ്പൊ അതിന് സുക്കുനുള്ളതിനും ശേഷം വരുന്ന ഹംസത്തിൽ വസിൽ കൂടെ ചേർന്നിട്ടതായി സുക്കുൻ പോയിട്ട് അതിന് കസ് കൊടുത്താം. ലി നുറാജ് ദർസ യഖ്റഇൽ ആയത യാ അലിയു. അലി, ആ സൂക്തം വായിക്കൂ. സംഗതി കൃത്യമായിട്ട് മനസ്സിലായോ? അമ്ര ഗായിബ് അലി ബഅദൽ ഇസ്തിആദതി വൽ ബസ്മലതി. അലി വായിക്കാൻ തുടങ്ങി. ബഅദൽ ഇസ്തിആദതി, ഇസ്തിആദത്ത് നമ്മൾ പറഞ്ഞാൽ എന്താണ്? അഊദു ചെല്ലൽ, അഭയം തേടൽ. ഇസ്തിആദത്ത് അഭയം തേടൽ. കേട്ടോ, ഇസ്തിആദ യസ്തഈദു എന്ന് പറഞ്ഞാൽ ഇസ്തിആദത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ക്രിയാധാതുവാണ്. അഭയം തേടൽ. അഊദു, ഞാൻ അഭയം തേടുന്നു. ഇസ്തആദ, അഭയം തേടി. ഇസ്തആദ ബഅദൽ ഇസ്തിആദത്തി, അഭയം തേടലിന് ശേഷം. ഇസ്തആദ എന്ന് പറയുന്നത് അഭയം തേടൽ, അഭയം ആവശ്യപ്പെടൽ, അഭയം ആവശ്യപ്പെടൽ. അഊദു എന്ന് പറയുമ്പോൾ ഞാൻ അഭയം തേടുന്നു. ഇസ്തു എന്നൊക്കെ എന്തായി? രണ്ട് ഘടനയാണ് കേട്ടോ. അഊദു, ആദ യഊദു. അഊദു, ഞാൻ അഭയം തേടുന്നു. ആദ യഊദു, ആദ യഊദു, അഭയം തേടും. അഭയം പ്രാപിച്ചു. കേട്ടോ, അഭയം പ്രാപിച്ചു എന്ന്. ഇസ്തആദ എന്ന് പറയുമ്പോൾ എന്താണ്?
അഊദ് ചൊല്ലാൻ പിന്നെ അഭയം ആവശ്യപ്പെട്ടു. ഇസ്താദ എന്നാണ് അതിന്റെ മാവ്. ഇസ്തഗ്ഫറ ഗ്രൂപ്പാണ്. അപ്പൊ ഇസ്തഗ്ഫറ ഗ്രൂപ്പിലെ ഒരു വാക്കൂടെ പഠിച്ചു, ഇസ്താദ. ഓക്കെ. അപ്പം അഊദ് ചൊല്ലുക എന്നതിന് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഇസ്തിആദത്ത്. അഊദ് ചൊല്ലൽ നമ്മൾ പറയുമല്ലോ, അഊദ് ബിസ്മി ചെല്ലാൻ പറയുമല്ലോ, അഊദ് ബിസ്മി ചെല്ലാൻ പറയും. അപ്പൊ നമ്മൾ അഊദ് ബിസ്മി ചെല്ലാൻ പറയുന്ന അഊദു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ അഭയം ചേരുന്നുണ്ട്. അപ്പൊ അഊദ് ബിസ്മി ചെല്ലുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ? അത് ഗ്രാമറ്റിക്കലായ മിസ്റ്റേക്കാണ്. അഊദ് ചെല്ലു എന്ന് വേറൊരാളോട് പറയാൻ പറ്റും? ഞാനല്ലേ അഊദ് എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ. അത് വേറൊരാൾ പറയുന്നത് എങ്ങനെ പറയും? വേറൊരാൾ പറയാണെങ്കിൽ എന്താണ്? അല്ല, ഇതാ ഖറഅത്തൽ ഖുർആന, ആർക്കും അറിയില്ല. ഫസ്തഈദ് ബില്ലാഹി, ഇതാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്താൽ എന്ത് ചെയ്യണം? ഇസ്തഈദ്, നീ എന്ത് ചെയ്യണം? അഭയം തേടണം. ബില്ലാഹി, അല്ലാഹുവിനോട്. ഇതെന്താണ്? അമ്രാണ്. ഖുർആനിൽ വന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണ വിശാരദന്മാർ പറയുന്നത് ബിസ്മി ചൊല്ലിയില്ലെങ്കിലും എന്ത് ചെയ്യണം? ബസ്മലത്ത് ചൊല്ലിയില്ലെങ്കിലും ഇസ്തിആദത്ത് ചൊല്ലണം. നമ്മൾ പറയും ഇസ്തിആദത്തും ബസ്മല എന്ന് പറയണം. കാരണം ഇസ്തിആദത്ത് എന്താണ്? നിർബന്ധമാണ്. ഖുർആനിൽ അല്ലാഹ് കൽപ്പിച്ചതാണ്. ബസ്മലത്ത് ഏത് പണി ചെയ്യുമ്പോഴും ബസ്മലത്ത് വേണം. അതുകൊണ്ട് ബസ്മലത്ത് വേണം എന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന ഖുർആന്റെ കൽപ്പന. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞിട്ട് എന്താവുള്ളൂ? ഖുർആൻ പാരായണം ചെയ്യാവൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബഅദൽ ഇസ്തിആദത്തി, അഭയം തേടലിന് ശേഷം, വൽ ബസ്മലത്തി, ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ എന്നതാണ് അതിന്റെ അർത്ഥം. ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ. അപ്പൊ അത് വേറെ ഒരു വാക്കിൽ നിന്നും ഉത്ഭവിച്ചതല്ല. ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മിയും, ബിസ്മിയിലെ ബാഉം സീനും മീമും, അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാലത്തിലെ ലാമും, ഇതും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബസ്മലത്ത് എന്ന വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ വന്നതാണ്? നമ്മൾ സാധാരണ ഇപ്പൊ മലയാളത്തിൽ പറയുമല്ലോ, അഊദ് ചൊല്ലു എന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഭാഷയിൽ ഉരുത്തിരിഞ്ഞു വന്ന, അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്ന ഒരു പദമാണ്. പ്രയോഗത്തിൽ, ഭാഷയിൽ, സംഭാഷണത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പ്രയോഗമാണ് ബസ്മലത്ത് എന്ന പ്രയോഗം. ബിസ്മി ചൊല്ലുക എന്നതിന് ബസ്മലത്ത് എന്നാണ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതിന് ഹൗഖലത്ത് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് എന്ത് പറയും? തഹ്ലീൽ എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കബ്ബറ യുകബ്ബിർ വരുമ്പോ തക്ബീർ എന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അത് തക്ബീർ എന്നത് ഇസ്തിആദ പോലെ ഒരു പദത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു പദം തന്നെയാണ് തക്ബീർ. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എന്താണ്? തക്ബീർ. തക്ബീർ എന്ന് പറഞ്ഞാൽ കബ്ബറ യുകബ്ബിറു, വലുതാക്കി, തക്ബീർ വലുതാക്കൽ. അതേസമയം തഹ്ലീൽ എന്താണ്? തഹ്ലീൽ എന്ന് പറയുന്ന വാക്ക് ഭാഷയിലെ പ്രയോഗത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനത്തിനാണ് തഹ്ലീൽ എന്ന് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിക്ക് ഹൗഖലത്ത് എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിന് ബസ്മലത്ത് എന്ന് പറയും. എന്തായിരുന്നാലും ഈ രണ്ട് വാക്ക് നമ്മൾ പഠിച്ചു വെച്ചോണം. ഇത് ഇസ്തിആദത്തും ബസ്മലത്തും. അതാണ് നമ്മളെ വിഷയം. യാ അയ്യുഹല്ലദീന ആമനു. അപ്പോ ഖറഅ അലി പാരായണം ചെയ്തു ബഅദൽ ഇസ്തിആദത്തി വൽ ബസ്മലത്തി.
يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم يا أيها الذين آمنوا അല്ലയോ വിശ്വാസികളെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അയ്യുഹ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ യാ ഉപയോഗിച്ചിട്ട് യാ അഹ്മദു യാ ഫാത്തിമത്തു യാ അബ്ദല്ലാഹി ഒക്കെ പഠിച്ചു അപ്പൊ ഒരു വാക്കാണെങ്കിൽ യാ അഹ്മദു ആ വാക്കിന്റെ വേറൊരു വാക്കിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ യാ അബ്ദല്ലാഹി ഇവിടെ എന്ത് ചെയ്തു യാ അയ്യുഹ ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് അല്ലോ അതുപോലുള്ള വാക്കു ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അയ്യുഹ ചേർക്കണം അല്ലദീന വരുന്നില്ലേ അപ്പൊ എന്താണ് അൽ പോലുള്ള ഒരു വാക്കാണ് അവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചേർത്തു അയ്യുഹ യാ അയ്യുഹൻ നബി അസ്സലാമു അലൈക അയ്യുഹൻ നബി അതേസമയം റസൂൽ അള്ളാഹയോടാണ് സലാം പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം അസ്സലാമു അലൈക യാ റസൂൽ അള്ളാഹ് അന്നബിയോടാണ് സലാം പറയുന്നതെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അല്ലെങ്കിൽ യാ അയ്യുഹൻ നബിയു അതുപോലെ അല്ലദീന വരുന്നിടത്ത് അയ്യുഹ വേണം അപ്പൊ യാ അല്ലദീന എന്ന് പറയാൻ പറ്റില്ല ഇതൊരു സ്ത്രീലിംഗത്തിന്റെ ഇതൊന്നും അല്ല അല്ലേ യുഹ എന്നുള്ളത് അല്ലെന്ന് ഒരു പ്രയോഗമാണ് അത് അയ്യന്റെ കൂടെ പിന്നെ യായുടെ കൂടെ ചേർക്കുന്ന വാക്കാണ് അയ്യുഹ അയ്യുഹ എന്നതാണ് വാക്ക് അല്ലാതെ ഹാ അല്ല അതിനെ പറ്റിയൊരു അർത്ഥമില്ലല്ലോ ഒരു അർത്ഥം എന്ന് പറയാനില്ല ഇല്ല അത് യാ എന്നതാണ് അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് യാ എന്നതാണ് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് അപ്പൊ യാക്ക് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ക്രമപ്രകാരമാണ് പറഞ്ഞത് യാക്ക് ശേഷം ഒരു വാക്കാണെങ്കിൽ യാ അഹ്മദ് ഇളാഫത്ത് ചെയ്യപ്പെട്ട വാക്കാണെങ്കിൽ യാ അബ്ദല്ലാഹി അതിനുശേഷം അല്ലോ അല്ലദീ പോലുള്ള വാക്കാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചേർക്കണം അയ്യുഹ ചേർക്കണം നമ്മൾ സൂറത്തുൽ കാഫിറും പറയുന്നിടത്ത് പിന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് ഇത്രയും വിശാലമായിട്ട് പറഞ്ഞില്ലെങ്കിലും യാ എന്ന് പറഞ്ഞാലും യാ അയ്യുഹ എന്ന് പറഞ്ഞാലും അയ്യുഹ എന്ന് പറഞ്ഞാലും അല്ലയോ എന്നാണ് അയ്യുഹ മാത്രം ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഉദാഹരണം തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ അയ്യുഹൽ മുഅ്മിനൂൻ അപ്പൊ അവിടെയും എന്താണ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രയോഗം എന്ന അർത്ഥത്തിലാണ് അപ്പൊ യാ അവിടെ ലോപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അയ്യു വേറെ ഹാ വേറെ അല്ല അയ്യു എന്ന് പറഞ്ഞാൽ ഏതൊന്നും അന്ന് വേറെ വാക്കാണ് ഇവിടെ അയ്യുഹ എന്ന വാക്കാണ് അല്ലദീന ആമനു ഹൽ അദുല്ലുക്കും ഹൽ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലാത്ത ഹദീസ് അല്ലാണോ ഉണ്ടോ പിന്നെ അതുല്ലു ദല്ല യദുല്ലു ദല്ല അറിയിച്ചു ദല്ല അറിയിച്ചു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കാണിച്ചു തന്നു അങ്ങനെയൊക്കെയുള്ള അർത്ഥം അപ്പൊ അതുല്ലുക്കും അപ്പൊ ദല്ല യദുല്ലു അതുല്ലു ഞാൻ അറിയിക്കുന്നു ദല്ല അവൻ അറിയിച്ചു അതുല്ലു ഞാൻ അറിയിക്കുന്നു കും നിങ്ങൾക്ക് ഹൽ അതുല്ലുക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അലാ തിജാറത്തിനെ കുറിച്ച് ബിസിനസ് ട്രേഡ് തിജാറത്ത് കച്ചവടം ഓക്കെ
തുഞ്ചിക്കും അഞ്ചായുഞ്ചി. അപ്പോ അഞ്ചര ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ്. അഞ്ചായുഞ്ചി. അഞ്ചായുഞ്ചി രക്ഷപ്പെടുത്തി. യാന്റെ ഷേപ്പിലുള്ള അലിഫാണ് വരിക അല്ലെ? ആ അതായത് അതെ അതെ. അതായത് അലിഫ് അഞ്ചായുഞ്ചി. അപ്പോ തിജാറത്തിന് തുഞ്ചിക്കും അഞ്ചാഞ്ചി രക്ഷപ്പെടുത്തി. നജ രക്ഷപ്പെട്ടു. നജയാണ് അതിന്റെ മൂന്നക്ഷരമുള്ള ക്രിയ. ഹദാ പോലെ നജ എൻജു ആണ്. അപ്പൊ നജ എൻജു പോലെ നജ എൻജു രക്ഷപ്പെട്ടു. അഞ്ചായുഞ്ചി രക്ഷപ്പെടുത്തി. നജ എൻജു എന്ന് എഴുതുമ്പോൾ പോലെയാണ് എഴുതേണ്ടത്. അഞ്ചായുഞ്ചി എന്ന് എഴുതുമ്പോൾ ഹദാ പോലെയാണ് എഴുതേണ്ടത്. തുഞ്ചിക്കും. അപ്പൊ അഞ്ച രക്ഷപ്പെടുത്തി, യുഞ്ചി രക്ഷപ്പെടുത്തും. അപ്പൊ തുഞ്ചി എന്ന് സ്ത്രീലിംഗം പറഞ്ഞ എന്തുകൊണ്ടാ? തിജാറത്താണ് ഇവിടെ കർത്താവ്. അപ്പോ അലാ തിജാറത്തിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? തുഞ്ചിക്കും ആ തിജാറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തും. കച്ചവടമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ. അലീമൻ വേദനാജനകമായ, പെയിൻഫുൾ, സിവിയർ പെയിൻഫുൾ എന്ന്. തീവ്രമായ വേദനയാണ് അലീം. അലമുൻ വേദന, അലമുൻ വേദന. അലീം തീവ്രമായ വേദനയുള്ളത്. അദാബുൻ അലീം, മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടമുണ്ട്. അപ്പൊ കച്ചവടക്കാരോടാണ് പറയുന്നത്. മുഹാജിറുകളും അൻസാറുകളും ഉണ്ടല്ലോ. മുഹാജിറുകളുടെ പണി എന്താണ്? കച്ചവടമാണ്. അൻസാറുകൾ കൃഷിക്കാരാണ്. മക്കാര് അവരെന്തായിരുന്നു? ട്രേഡാണ് ചെയ്തുകൊണ്ടിരുന്നത്, കച്ചവടമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മദീനക്കാര് കർഷകരായിരുന്നു. അപ്പോ കച്ചവടക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ തിജാറത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. തിജാറത്ത്, ഇഷ്തറ എന്നൊക്കെ പറഞ്ഞ പ്രയോഗം അങ്ങനെയുള്ള. അപ്പൊ അഭിസംബോധിതന് മനസ്സിലാകുന്ന ഭാഷ ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നതാണ്. തുഅ്മിനൂന ബില്ലാഹി, നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നു. ആമനയുടെ കൂടെ വരുന്നതാണ് ബി. ആമൻതു ബില്ലാഹി, ഞാൻ അള്ളാഹിൽ വിശ്വസിച്ചിരിക്കുന്നു. തുഅ്മിനൂന ബില്ലാഹി, നിങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കുന്നു. വ റസൂലിഹി, ബില്ലാഹി വ റസൂലിഹി. അപ്പൊ ബി ലഫ്ദുൽ ജലാലത്തിനോട് ചേർന്നിട്ടാണ് ബി വന്നിരിക്കുന്നത്. വാ ചേർത്ത് ലഫ്ദുൽ ജലാലത്തിനോടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബന്ധപ്പെടും. അപ്പോ ആ ലഫ്ദുൽ ജലാലത്തിന് വന്നിരിക്കുന്ന അടയാളം ഇതിനും വരും. റസൂലി ഹി, അവന്റെ റസൂലിലും. വതുജാഹിദൂന, അപ്പോ കച്ചവടത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടൊപ്പം അമൽ ചേർന്നിട്ടുണ്ട് കേട്ടോ. അതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം പൂർണ്ണമാകുള്ളൂ. വതുജാഹിദൂന, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജാഹദ യുജാഹിദു, ജിഹാദ് ചെയ്യണം. അപ്പൊ ജിഹാദിന്റെ പൂർണ്ണമായ അർത്ഥം നമ്മൾ പരിശോധിക്കണം കേട്ടോ. ജിഹാദിന്റെ പൂർണ്ണ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജിഹാദിന് ത്യാഗ പരിശ്രമം എന്നതെന്താണ്? അതിന്റെ ഭാഷാർത്ഥമാണ്. ഇസ്ലാമിന്റെ സാങ്കേതിക പദപ്രയോഗത്തിൽ എന്താണ്? അവന്റെ ജീവൻ മരണ പോരാട്ടം നടത്തുക എന്നത്. ജീവൻ മരണ പോരാട്ടം നടത്തുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ജിഹാദ് എന്ന വാക്ക് സാങ്കേതിക അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിശ്വസിക്കുക, അള്ളാഹിലും റസൂലും വിശ്വസിക്കുക. വതുജാഹിദൂന, നിങ്ങൾ ജിഹാദ് ചെയ്യുക.
ഫീ സബീലില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ. നമ്മൾ ബക്കറ ആൽ ഇമ്രാനൊക്കെ പഠിച്ച സമയത്തൊക്കെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫീ സബീലില്ലായാണ് അള്ളാഹിന്റെ മാർഗത്തിലായിട്ടും ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടിയോ നമ്മുടെ സമുദായത്തിന് വേണ്ടിയോ, അതായത് വ്യക്തിക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ സമുദായത്തിന് വേണ്ടിയോ അല്ല. പക്ഷേ സമുദായത്തിന്റെ രക്ഷയും വ്യക്തിയുടെ രക്ഷയും ഒക്കെ ദീനിന്റെ ഭാഗമായി വരുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ എന്താണ് ജിഹാദ്? അതും ജിഹാദായി മാറും. അതല്ലാതെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള പണിയല്ല ജിഹാദ്. ഫീ സബീലില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ. അതുകൊണ്ടാണ് ജിഹാദ് പറഞ്ഞിടത്തൊക്കെയും ഫീ സബീലില്ലാഹി പറഞ്ഞിട്ടുണ്ടാകും, അള്ളാഹിന്റെ മാർഗത്തിൽ. അലി റളിയല്ലാഹു ഒരിക്കൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശത്രുവിനെ ഒറ്റയ്ക്ക് കിട്ടി. അയാളെ പിടിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? വാളോങ്ങിട്ട് വെട്ടാൻ പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ശത്രു അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് തുപ്പിക്കൊടുത്തു, കാർക്കിച്ച് തുപ്പി. അവസാനമായിട്ട് നിനക്ക് ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് ശത്രു പറഞ്ഞു. എങ്ങനെ? കാർക്കിച്ച് തുപ്പിക്കൊടുത്തു അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക്. ഉടനെ തന്നെ അലി റളിയല്ലാഹു അദ്ദേഹത്തെ അങ്ങ് വിട്ടുകളഞ്ഞു. കാരണം എന്താ? ഞാൻ ഇനി വെട്ടിയാൽ അവൻ തുപ്പിയതിന്റെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടാവും. കാരണം ശത്രുവിനെ പിടി കിട്ടി എനിക്ക് അയാളെ വധിക്കാൻ പോവുകയാണ്. വധിക്കപ്പെടേണ്ട ആളാണ്. അയാളെ വധിക്കാൻ പോവുകയാണ്. ഇനി അയാൾ തുപ്പിയത് കാരണമായിട്ട് ഒരു എഫക്റ്റ് കൂടി ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒരല്പം സ്വാർത്ഥത പോലും അതിലുണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാളെ വിട്ടത്. ഞാൻ അയാളെ വധിച്ചാൽ ശത്രുവിനെ വധിച്ചു എന്നതിന് എനിക്ക് പ്രതിഫലം കിട്ടും. പക്ഷേ അതിലൊരല്പം, ഒരു ലേശം ഇതുണ്ടാവും, ഈർഷ്യത. അയാളെന്നോ എൻ്റെ മുഖത്ത് തുപ്പിക്കളഞ്ഞല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു ഈർഷ്യത ഉണ്ടാവും. അതുപോലും ജിഹാദില് ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയവരാണ് ഇസ്ലാമിന് വേണ്ടി യഥാർത്ഥത്തിൽ ജിഹാദ് ചെയ്തവർ. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും. ഇതെന്ത് പറഞ്ഞു? ആദ്യം ജിഹാദ് ചെയ്യേണ്ടത് എവിടെ കൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ആ പണത്തോടുള്ള പ്രതിപത്തി ആദ്യം തീർക്കണം. പണം ചിലവഴിക്കണം. അപ്പൊ എന്താകും? പണത്തോടുള്ള ആഗ്രഹം മാറും. ഈ അംവാലിക്കും, അംവാലിന്റെ ഏകവചനം എന്താണ്? മാലും അംവാലും. ഈ അംവാലിക്കും അൻഫുസിക്കും. അൻഫുസിന്റെ ഏകവചനം നഫ്സ്. അപ്പൊ ഇവിടെ ആത്മാവിനെ കൊണ്ടെന്നല്ല അർത്ഥം, ഇവിടെ ശരീരം കൊണ്ട് എന്നർത്ഥം. പണം കൊണ്ടും ശരീരം കൊണ്ടും, നിങ്ങളുടെ പണം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ്. ഇപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? സംഭാവന പിരിക്കാൻ വരുന്നവർക്ക് കാശ് കൊടുത്ത് രക്ഷപ്പെടും. കാശ് വേണം, പണത്തോടുള്ള പ്രതിപത്തി ഇല്ലാതാകണം എന്നർത്ഥത്തിലാണ് നിങ്ങൾ പണം കൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞത്. തബൂക്ക് സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, സഹാബിമാർക്കൊക്കെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പണം കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ഫണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും പിരിവ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, സംഭാവനകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആദ്യം ഉമർ റളിയല്ലാഹു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചോദിച്ചു, ഇനി എത്ര ബാക്കിയുണ്ടെന്ന് ചോദിച്ചു. ഇനി എത്ര ബാക്കിയുണ്ട്? എനിക്ക് ഇത്രയും കൂടെ ബാക്കിയുണ്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുവന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇനി എന്താ ബാക്കിയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു? ഇനി അള്ളാഹുവിന്റെ റസൂൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അത് വേണം. അതോടൊപ്പം എന്ത് ചെയ്യണം? സ്വയം ജിഹാദിയാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട്, ജാലിക്കും ഖൈറുല്ലക്കും. ജാലിക്കും, അത് കൂടെ ശ്രദ്ധിക്കുക. ജാലിക്ക എന്ന് പറയുന്നത് എന്നാണ് കോമൺ യൂസേജ്, പൊതുവായിട്ടുള്ള പ്രയോഗം. എന്താണ് ജാലിക്ക? അത്. അപ്പോ ജാലിക്ക എന്ന ജാലിക്ക അത് എല്ലാവരോടും പറയാം. ആരോട് പറഞ്ഞാലും ജാലിക്ക അത് എന്ന് ഒരാളോടും പറയാം, പെണ്ണിനോടും പറയാം, ആണിനോടും പറയാം. അതിനെ കുറിച്ചല്ല, ആണിനോട് നമ്മൾ ഒരാളോട് പറയുമ്പോൾ ജാലിക്ക എന്ന് പറയാം, പെണ്ണിനോട് പറയുമ്പോഴും പറയാം,
പെണ്ണുങ്ങളോട് പറയുമ്പോഴും പറയാം, ആണുങ്ങളോട് പറയുമ്പോൾ ഏകവചനത്തിലും ബഹുവചനത്തിലൊക്കെ ദാലിക്കും ഉപയോഗിക്കാം. അതേസമയം പുരുഷന്മാരോട്, ഒന്നിലധികം പുരുഷന്മാരോട് പറയുമ്പോൾ ദാലിക്കും എന്ന വാക്കും, രണ്ടിലധികം പുരുഷന്മാരോട് പറയുമ്പോൾ എന്ത് ചെയ്യാം? ദാലിക്കും എന്ന വാക്ക് ഉപയോഗിക്കാം. എന്ന വാക്ക് ഉപയോഗിക്കാം, ഓപ്ഷനാണ്. അത് രണ്ട് ആളോട് പറയുമ്പോൾ ദാലിക്കുമ. ദാലിക്കുമ ഖുർആനിലുണ്ടോ ദാലിക്കുമ? ദാലിക്കുമ മിമ്മ അല്ലമനി റബ്ബി എന്നില്ലേ? സൂറത്ത് യൂസുഫ് വായിച്ചു നോക്കാം, അവിടെ എവിടെയെങ്കിലും കാണും. ഇനി തറക്തുമില്ലത്ത ഖൗമിൻ. ആ, എന്താണ് ആയത്തിന്റെ തുടക്കം? എന്തായാലും കുമ ഉണ്ട്, ദാലിക്കുമ. സിജ്നിലുള്ള. അതെ, ജയിൽവാസികളോട് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് പറയും. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ അത് രണ്ടുപേരോട് പറയുമ്പോൾ ദാലിക്കുമ ഉപയോഗിക്കാം, ബഹുവചനത്തിനോട് പറയുമ്പോൾ ദാലിക്കും, രണ്ടിലധികം ആൾക്കാരോട് പറയുമ്പോൾ ദാലിക്കും. പുല്ലിംഗം രണ്ടുമാണെങ്കിലോ? സ്ത്രീയും പുരുഷനും രണ്ടുമാണെങ്കിൽ ബഹുവചനം സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും അല്ലേ ഇവിടെ പറഞ്ഞത്? യാമനു എന്ന് പറഞ്ഞിടത്ത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പം പുല്ലിംഗം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പുല്ലിംഗ ബഹുവചനം എന്താണ്? ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളപ്പോൾ പുല്ലിംഗ ബഹുവചനമാണ് ഉപയോഗിക്കുക. യാമനു എന്ന് പറഞ്ഞിടത്തൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ആ, അപ്പോ ബിഅംവാലിക്കും അൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരെങ്കിൽ. ഇല്ല, അങ്ങനെ പറയണം, എന്നാലേ ശരിയാവുള്ളൂ. നിങ്ങൾ വിവരമുള്ളവരെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അർത്ഥലോപം സംഭവിച്ചു. നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ യഥാർത്ഥ കച്ചവടം എന്ന് പറയുന്നത് എന്താണ്? കച്ചവടം എന്ന് പറയുന്നത് അള്ളയിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക, പിന്നീട് അവന്റെ മാർഗത്തിൽ പണം കൊണ്ടും ശരീരം കൊണ്ടും യുദ്ധം ചെയ്യുക, ത്യാഗപരിശ്രമങ്ങൾ മാത്രം അല്ലെ? ത്യാഗപരിശ്രമങ്ങൾ എന്തുമാത്രം? അവന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം. ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തിൽ. അള്ളാന്റെ മാർഗത്തിൽ. ഇപ്പൊ നമ്മൾ ഗോൾഡ് ബിസിനസ് ചെയ്യുന്നതെല്ലാം അത്ര നല്ല ഇതല്ലല്ലേ അല്ലെ? ഗോൾഡ് ബിസിനസ്സോ? അതിലൊക്കെ പഴയ ഇതും വരുന്നുണ്ടല്ലോ. ഗോൾഡ് ബിസിനസ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ അതില് പല ഇതും വരുന്നില്ല. അവര് ചേർക്ക ഇതാക്ക കള്ളത്രം പറയാ. അവര് പറയുന്നത് നമുക്കെന്താ? നമ്മൾ കച്ചവടം ചെയ്യുന്ന നമ്മൾ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യണം. അതുകൊണ്ടാണ് കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. പ്രവാചകന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം ആണ് എന്ന് പറഞ്ഞു. താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ, അല്ലേ? ഖിയാമത്ത് നാളിൽ കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരുടെയും സാലികളുടെയും ഒപ്പമാണെന്ന് പറയാൻ കാര്യം എന്താ? അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സത്യസന്ധമായ കച്ചവടം ചെയ്യണം. സത്യസന്ധമായ കച്ചവടം ചെയ്യുന്ന സന്ദർഭത്തിൽ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവൻ എന്താകുന്നത്? സ്വർഗത്തിൽ പോകുന്നത്. നിങ്ങൾ ഗോൾഡ് ബിസിനസ് തുടങ്ങിക്കൊടുക്കും കേട്ടാ. അല്ല, ഗോൾഡ് മാത്രമല്ല, ഗോൾഡല്ലോ അറിയാം. ഏതൊരു ബിസിനസ്സിലും നമ്മള് അങ്ങനത്തെ കളത്രോ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സും ശരിയല്ല. അതെ, അതാണ് ഇപ്പൊ നമ്മൾ എവിടെയും വിജയിക്കാത്തത്. നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിജയിക്കാത്തത്. അതുകൊണ്ടാണ്. അതെ, വിജയം എന്നതിന് ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ഭൗതിക ഗവേഷകന്മാരും ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവർ തന്നെ പറയുന്നത് നിങ്ങൾ കള്ളത്തരം ചെയ്താൽ വിജയിക്കില്ലെന്ന്. കള്ളത്തരം ഒരിക്കലും വിജയിക്കില്ല. കാരണം നമ്മളെ മനസ്സാക്ഷി എപ്പോഴും നമ്മളെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും. ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ സക്സസ് ആയിരിക്കും. അതെ അതെ, ഏതൊരു വിശ്വാസം. അപ്പൊ നിലവിലുള്ള നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും.
ഉം. നിയമങ്ങൾ ലംഘിക്കുന്ന എന്തല്ല, ഇസ്ലാമികമല്ല. അപ്പൊ ഇതാണ് ട്രേഡിന്റെ ഭാഗം. ട്രേഡിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് വാങ്ങല്, പിന്നെ വിൽപ്പന, പിന്നെ അതിലുണ്ടാകുന്ന ലാഭം. അപ്പൊ വാങ്ങലും വാങ്ങൽ നടക്കുന്നു. അതിലൂടെ എന്തുണ്ടാകണം? ലാഭം ഉണ്ടാകണം. അപ്പൊ ഈ കൊടുക്കൽ വാങ്ങലാണ് ഈ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, റസൂൽ വിശ്വസിക്കണം, അവന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കണം, ജിഹാദ് ചെയ്യണം. നിങ്ങളെ പണം കൊണ്ടും ശരീരം കൊണ്ടും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു യഗ്ഫിർ ലക്കും. ഇവിടെ എന്താണ്? യഗ്ഫിർ എന്നത് ജസ്മി ചെയ്യപ്പെട്ട രൂപമാണ്. അപ്പൊ എന്താ? നേരത്തെ ഉള്ളത് ഒരു കണ്ടീഷനാണ്. യായുഹല്ലദീനാമനു അല്ലദില്ലക്കുമിനാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി എന്ന് പറഞ്ഞാൽ ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ ജാഹിദു ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞതുപോലെയാണ്. കൽപ്പന വരുമ്പോഴാണല്ലോ അതിന്റെ റിസൾട്ട് വരിക. അപ്പൊ ആദ്യം പറഞ്ഞ ഉപാധിയാണ്, ആ ഉപാധിയുടെ റിസൾട്ട് ആണ് ഈ പറയുന്നത്. അതാണ് യഗ്ഫിർ ലക്കും. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾ പൂർത്തീകരിച്ചാൽ യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരും ദുനൂബക്കും. അപ്പൊ ഇവിടെ യഗ്ഫിർ എന്ന് പറയുന്നത് നേരത്തെ സ്വാഭാവികമായിട്ടും അതിനോട് യോജിച്ച കർത്താവിലേക്കാണ് മടങ്ങേണ്ടത്. യഗ്ഫിർ എന്ന് പറഞ്ഞാൽ അവൻ പുറത്തു തരുന്ന ആര്? മോനെ പറഞ്ഞ ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞു, തുഅ്മിനൂന ബില്ലാഹി എന്ന് പറഞ്ഞു. അവിടേക്കാ പോകും. അള്ളാഹ് വിശ്വസിക്കും, ആ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ദുനൂബക്കും, ദുനൂബിന്റെ ഏകവചനം ദൻബുൻ ദുനൂബിൻ. അപ്പൊ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ദംബുൻ എന്നാ പറയാ, ശുക്രനുള്ള ന്യൂനശേഷം വരുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ദൻബുൻ നൂൻ എഴുതണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ദൻബുൻ എന്ന് ശരിക്കും പറഞ്ഞത്. ദൻബുൻ ദുനൂബിൻ. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും. അപ്പൊ യഗ്ഫിർ എന്നത് ജസ്മി ചെയ്തതാണ്, അതിനോട് ബന്ധപ്പെടുത്തിയാണ് യുദ്ഖിൽക്കും, അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. അദ്ഖല പ്രവേശിപ്പിക്കും. അപ്പോ അർത്ഥം എന്തായിരുന്നു? മറന്നുപോയി. ദൻബിൻ പാപം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഖുർആനിലെ 1-ാം ഭാഗത്തിലുണ്ട്. അതെ അതെ. കൽബുൻ കുലൂബുൻ സദറുൻ സുദൂറുൻ, ആ പ്രാസത്തിൽ കുറെ വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൽബുൻ കുലൂബുൻ, അതിന്റെ കൂടെ ഉള്ളതാണ് ദൻബിൻ ജുനൂബുൻ. സദറുൻ സുദൂറുൻ വന്നപ്പോ ആ പ്രാസത്തിലുള്ളതാണ്. ആ പദം വരാതെ തന്നെ പഠിച്ചതാണ് നമ്മൾ. ഡോക്ടർ എന്താ ചോദിച്ചേ? യഗ്ഫിർ ലക്കും, അതാണ് നേരത്തെ പറഞ്ഞത് ഉപാധിയാണ്. അത് നിങ്ങൾ വിശ്വസിക്കുക, ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്? ഉപാധിയാണ്. ആ ഉപാധി ചെയ്താൽ എന്താണ്? അതിന്റെ റിസൾട്ട് ഉണ്ട്. റിസൾട്ടാണ് യഗ്ഫിർ ലക്കും വയുദ്ഖിൽക്കും. നമ്മൾ പറഞ്ഞില്ലേ, കണ്ടീഷന്റെ റിസൾട്ടായിട്ട് വരുമ്പോഴാണ് ജസ്മി എന്ന്. അങ്ങനെ റിസൾട്ടായിട്ട് വരുമ്പോൾ ജസ്മി ചെയ്യപ്പെടും. യഗ്ഫിർ ലക്കും. അപ്പൊ കണ്ടീഷൻ ഇന്നുള്ളതായിട്ട് വരും, അതേപോലെ അമ്രായിട്ട് വരും. ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇവിടെ അമ്രിന്റെ ഘടനയിലാണുള്ളത്, അതായത് ആ ആശയത്തിലാണ്. ആമിനു ബില്ലാഹി വറസൂലിഹി വജാഹിദു ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞതുപോലെയാണ്. അല്ലെങ്കിൽ ഇൻ തുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുജാഹിദു ഫീ സബീലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയാണെങ്കിൽ യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇവിടെ ട്രേഡായിട്ട് പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ ട്രേഡിന്റെ ഭാഗം ആദ്യം പറഞ്ഞു, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി. അതാണ് ട്രേഡിന്റെ 1-ാം ഭാഗം. എന്ത് ചെയ്യുന്നു? അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നു, അവന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യുന്നു, ജിഹാദ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യഗ്ഫിർ ലക്കും. അതുകൊണ്ടുള്ള ലാഭം എന്താണ്? ആ കച്ചവടത്തിലുള്ള ലാഭം യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തേക്ക് വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ. അപ്പൊ പാപപരിഹാരത്തിന് വേണ്ടി ടോക്കൺ കൊടുക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് ചില മതങ്ങളിൽ. ഈ കാർഡ് കൊടുക്കും, കാർഡ് കൊടുത്തിട്ട് പൈസ വയ്ക്കും.
പാപ പരിഹാരത്തിന്. അതുപോലെ വേറെ പട്ടിയിലൊക്കെ ഇടും. സദഖത്ത് റദ്ദുൽ ബല എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. ദാനധർമ്മം പരീക്ഷണങ്ങളെ മാറ്റും. അതൊക്കെ ഒരു ഭാഗമാണ്. മറിച്ച് എന്താണ്, ശരിക്കും പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ വിശ്വാസം ശരിയാകണം, അവന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കണം. ഇത് കോമൺ സംഭവമാണ് കേട്ടോ. മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ട ഒരു പൊതു ബാധ്യതയാണ്. ഇതിനകത്തും തജ്രീമിൻ തഹ്തികൾ. അപ്പോൾ യഗ്ഫിർലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും, നിങ്ങളെ പ്രവേശിപ്പിക്കും എവിടെ? ജന്നാത്തിൻ. ജന്നാത്തിൻ എന്ത് സ്ഥാനത്താണ്? എങ്ങനെയാണ് അവന്റെ കസർ വന്നത് ജന്നാത്തിന്? യുദ്ഖിൽക്കും, നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കും എവിടെ? ജന്നാത്തിൻ. ഇപ്പൊ യുദ്ഖിലിന്റെ മഫ്ഊലുൻ ബിഹി അവ്വലാണ് കും. യുദ്ഖിൽ പ്രവേശിപ്പിക്കും എവിടെ? ആരെ? കും, നിങ്ങളെ. എവിടെ പ്രവേശിപ്പിക്കും എന്നതാണ് അതിനെ മഫ്ഊലുൻ ബിഹി സാനി, രണ്ടാമത്തെ മഫ്ഊലുൻ ബിഹി. ജന്നാത്തിൻ. ജന്നാത്തിൻ എന്താണ്? യഥാർത്ഥത്തിൽ നെസ്ബ് ചെയ്യപ്പെട്ടതാണ്. അത് സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് കെസ്റത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത്. ജന്നാത്തിൻ. ഓക്കെ. പിന്നെ ജന്നാത്തിന്റെ വിശേഷണമാണ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിടെ ജുംലയാണ് അതിന്റെ വിശേഷണം. ആ ജന്നാത്തിന്റെ വിശേഷണം എന്താണ്? തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാറു. തജ്രിക്ക് എന്താ തജ്രി എന്ന വാക്ക് ഉപയോഗിച്ച് സ്ത്രീലിംഗം ഉപയോഗിച്ചത്? ജന്നാത്ത് സ്ത്രീലിംഗം. ജന്നാത്തല്ല അതിന്റെ കർത്താവ്, അൻഹാറാണ് അതിന്റെ കർത്താവ്. അപ്പൊ അൻഹാർ ആകുന്ന ബഹുവചനം അതിന്റെ കർത്താവായതുകൊണ്ടാണ് തജ്രി എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചത്. ജന്നാത്തും സ്ത്രീലിംഗല്ലേ അല്ലേ? ജന്നാത്ത് സ്ത്രീലിംഗമാണ്. അത് അവിടെ തീർന്നു. ഏത്? യുദ്ഖൽക്കും ജന്നാത്തിൻ. യുദ്ഖൽക്കും ജന്നാത്തിൻ, നിങ്ങളെ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അതവിടെ കഴിഞ്ഞു. പിന്നീട് അതിന്റെ വിശേഷണം ഒരു ജുംലയായിട്ടാണ് വരുന്നത്, ഒരു സെന്റൻസ്. നിങ്ങളുടെ സെന്റൻസ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു. അപ്പൊ അൻഹാറു ആണ് തജ്രിയുടെ കർത്താവ്. ചിലതില് യുദ്ഖിലക്കും ജന്നാത്തും തജ്രി ഉണ്ടല്ലോ. അവിടെ നെസ്ബിന്റെ എന്തെങ്കിലും കാരണം വന്നിട്ടുണ്ടാവും. അത് അവിടെയും ജവാബാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും. അവിടെ അൻ വന്നിട്ടുണ്ട്. യുദ്ഖിലക്കും അവിടെ അൻ വന്നോണ്ട് വാവ് കൊടുത്തിട്ടുണ്ട്. അതെ. ഓക്കെ. ഓക്കെ. അപ്പൊ ജനാൽ അൻഹാറു, അൻഹാറാണ് കർത്താവ് തജ്രിയുടെ. അതുകൊണ്ടാണ് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചത്. മേൻ തഹ്തിഹ, അവിടെ തഹ്തിഹയ്ക്ക് ഹാ എന്തുകൊണ്ട് ഉപയോഗിച്ചു? ജന്നാത്തിന്റെ താഴത്ത് കൂടിയാണ്. ജന്നാത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തഹ്തിഹ അതിന്റെ താഴ്ഭാഗത്ത് കൂടി എന്ന് പറഞ്ഞു. ഓക്കെ. തഹ്ത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ താഴത്ത്. മസാക്കിന, മസാക്കിൻ. മസാക്കിൻ എന്താ അർത്ഥം? താമസ സ്ഥലങ്ങൾ. മസ്കനാണ് ഏകവചനം. മസ്കനുൻ, മസാക്കിനുൻ. മസാക്കിനു കേട്ടാ. മസാജിദ് എന്താണ്? ഗൈറു മുൻസരിഫാണ്. അപ്പൊ മസാക്കിനു, മസ്കനുൻ, മസാക്കിനു. മസാക്കിനെ നീട്ടി പറഞ്ഞാൽ എന്താവും? അതെന്താവും അർത്ഥം? മിസ്കീനിന്റെ ജമ്മാവും. മിസ്കീന്റെ ജമ്മാവും. മിസ്കീന്റെ ജമ്മ മസാക്കീനു, മസ്കനിന്റെ ജമ്മ മസാക്കിനു. അപ്പൊ മസാക്കിന് ത്വയ്യിബത്തൻ, ത്വയ്യിബത്ത് കേട്ടാ, പരിശുദ്ധമായത്, നല്ലത് എന്ന് പറഞ്ഞാൽ ത്വയ്യിബ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വളരെ നല്ല എന്നർത്ഥം. മസാക്കിന ത്വയ്യിബത്തൻ, നല്ല താമസ സ്ഥലങ്ങളിലും നിങ്ങളെ
അപ്പം താഴ്ഭാഗത്തൂടി സ്വർഗീയ താഴ്ഭാഗത്തൂടി നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ നിങ്ങളെ പ്രവേശിപ്പിക്കും. മസാക്കീന. അപ്പൊ ജന്നാത്തിൻ എന്ന് പറഞ്ഞതിന്റെ ശരിയായ അടയാളം ഇവിടെ വാ ചേർത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. നിങ്ങളെ യുദഹിൽക്കും പ്രവേശിപ്പിക്കും. എവിടെ പ്രവേശിപ്പിക്കും? ജന്നാത്തിൻ, സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. മസാക്കിന, താമസ സ്ഥലങ്ങളിലും പ്രവേശിപ്പിക്കും. അപ്പൊ ജന്നാത്തിൻ നസ്ബ് ചെയ്തതാണ്. മസാക്കിന് വാ ചേർത്തപ്പോഴത്തേക്ക് നസ്ബ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. മസാക്കിന, താമസ സ്ഥലങ്ങളിലും പ്രവേശിപ്പിക്കും. മസാക്കിൻ എന്താണ്? മസാക്കിന് ബഹുവചനമായതുകൊണ്ട് അതിനെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചു. ത്വയ്യിബത്ത്. അതിന്റെ അടയാളമാണ് ഇതിനും കൊടുത്തത്. മസാക്കിന് നസ്ബാണ്, ത്വയ്യിബത്ത് നസ്ബാണ്. അതിന് ഇതിന് തെൻവീൻ ഇല്ലാത്തത്, മസാക്കിന് തെൻവീൻ ഇല്ലാത്തത് മസാക്കിന് ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട്. മസാക്കിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദിൻ. അപ്പൊ നേരത്തെ ജന്നാത്തിൻ എന്ന് വന്നു, ഇവിടെ ജന്നാത്തി എന്ന് വന്നു. എന്തുകൊണ്ടാണ് ജന്നാത്തി എന്ന് വന്നത്? ഇവിടെ ഒരു ഫീ വന്നുകൊണ്ട് ഒരു കസ് കൊടുത്തു. ജന്നാത്തി നേരത്തെ പറഞ്ഞ ജന്നാത്തിൻ നസ്ബി ആയിപ്പെട്ടതാണ്, ഇവിടെ ചെറി ആയിപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഒരു കസ് കൊടുത്തു? അതിനിലേക്ക് ഇലാഫത്ത് ചെയ്തു. ഏതായാലും ആരെങ്കിലും ഒരാളെങ്കിലും പറയുന്നുണ്ട്. അതിനിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് ഒന്നാമത്തെയും തന്മീനില്ല. ഈ ജന്നാത്തി അതിനിൻ. അതിനെന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ഏദൻ തോട്ടം എന്ന് പറഞ്ഞില്ലേ, അതാണ് ജന്നാത്തി ആദിൻ. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ അലിൻ എന്ന് പറഞ്ഞാൽ എറ്റേണൽ, പെർമനന്റ്. ജന്നാത്തി ആദിൻ. അപ്പൊ ആ ജന്നാത്ത് എന്താവൂല? ആ എസ്റ്റേറ്റുകൾ കരിഞ്ഞു പോവുകയില്ല, ഉണങ്ങിപ്പോവുകയില്ല, വരണ്ടു പോവുകയില്ല. എപ്പോഴും പുഷ്കരമായി തന്നെ നിലനിൽക്കും. പെർമനന്റ് ആണത്. എപ്പോഴും പൂക്കൾ ഉണ്ടാവും, എപ്പോഴും കായ്കനികൾ ഉണ്ടാവും, എപ്പോഴും തണൽ നിലനിൽക്കൊണ്ടിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മങ്ങിയോ വാടിയോ ഉണങ്ങിയോ പോകുന്നില്ല. പിന്നാറ്റി ആദ്യം ശാശ്വത സ്വർഗം. ഖാലിദീന ഫീഹ എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞത് എന്താണ്? അവർ അവിടെ നിത്യവാസികളാണ്. ജന്നാത്ത് അതിനെന്താണ്? അതിന് പെർമനന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. ജന്നാത്ത്, ആ ജന്നാത്ത് പെർമനന്റ് ആയിരിക്കും. ജാലിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. ഫൗസ് വിജയം, അൽ അലീം മഹത്തായ. ഓക്കെ, ഇതിന്റെ ആശയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഗ്രാമർ ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ 3+ ക്രിയയായ ആമന എന്ന ക്രിയയുണ്ട്. ആമന യുഅ്മിനു. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ലെന്ന് മാത്രമേ. ആമന യുഅ്മിനു. അപ്പൊ ഇതിലുള്ള 3+ ക്രിയകൾ കണ്ടെത്തണം. ആമന യുഅ്മിനു. പിന്നെ ദല്ല ഇതിൽ 3+ അല്ല, അത് വേറെയാണ്. അത് എന്താണ്? 3 അള്ളന് പോലെയാണ്. തുഞ്ചീക്കും എന്നത് എന്താണ്? അഞ്ച യുഞ്ചി എന്ന ക്രിയയുണ്ട്, അത് 5 ഗ്രൂപ്പാണ്. തുജാഹിദുനയില് ജാഹദ യുജാഹിദു 3+ ക്രിയയാണ്. അത്രേ ഉള്ളൂ. ദാലിക്കൽ ഫൗസുൽ അദീം. ഫൗസിന്റെ മാളി എന്താണ്? ഫാസിയ ഫൂസ്. അപ്പൊ നമ്മളിവിടെ നിർത്തുകയാണ്. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക എന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഖുർആന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി, അതേപോലെ ആ ഭാഗത്തുള്ള ഗ്രാമറുകൾ മനസ്സിലാക്കി, അയ്യുഹായുടെ പ്രയോഗം പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. സാർ, കഴിഞ്ഞ ക്ലാസ്സിന്റെ ഇത് കിട്ടിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്തെന്നാണ് എന്റെ ഓർമ്മ. അതിന്റെ ലിങ്ക് അയക്കാത്തായിരുന്നു. യൂട്യൂബിലും കിട്ടിയിട്ടുണ്ടോ? യൂട്യൂബിലും ഇല്ല. ഞാൻ നോക്കാം എന്തായാലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും മറ്റവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂടുതൽ ഭാഷ നന്നായി പഠിക്കാനും ഖുർആന്റെ ആശയത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്.
നമ്മുടെ പ്രാഥമിക ക്ലാസ്സുകളൊക്കെ കേട്ടു നോക്കിയിട്ട് ചില ആൾക്കാർ അത് എന്താണ് അതിന്റെ സബബ് നുസൂൽ വ്യാഖ്യാനം പറയാഞ്ഞത്, വേറെ മറ്റു വ്യാഖ്യാനങ്ങൾ പറയാത്തത് എന്താണെന്നൊക്കെ ചോദിക്കും. അതൊക്കെ എന്താണ് പ്രാഥമിക പാഠങ്ങളാണ്. പ്രാഥമിക പാഠങ്ങളിൽ നമ്മൾ ഉപരിപ്ലവമായ വായന നടത്തുന്നത്. പിന്നീട് പോകുന്തോറും ഓരോ തട്ട് പടിപടിയായി ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന എന്താ പറയാ, നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന ഖുർആൻ ക്ലാസ്സിനപ്പുറം നമ്മൾ സ്വയം ഖുർആന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലാണ് നമ്മൾ പഠിക്കുക. അപ്പൊ ആ രീതിയിൽ പഠിക്കാനും ചിന്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. وآخر دعوانا أن الحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. ആ